വിശുദ്ധ ദിനത്തിലും കർത്താവിന്റെ പാദപീഠത്തിൽ ആരാധനയ്ക്കായി വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മെ അനുഗ്രഹിച്ച് നടത്തിയ നല്ലവനായ ദൈവം വരും നാളുകളിലും ദൈവികമായ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹത്തിന്റെ നിറവ് നൽകി വാഗ്ദത്തങ്ങളിലായ വിശ്വസ്തനായ ദൈവം നമ്മെ ഏവരെയും നമ്മുടെ കുടുംബങ്ങളെയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും വഴി നടത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ പകൽകാലത്തെ നമ്മുടെ സമയത്തെ ചിന്തയ്ക്കായി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് കൊണ്ടുവരാം. പ്രവാചകനായ യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളെ ഈ പകൽകാലത്തെ നമ്മുടെ ധ്യാനത്തിനായി നമുക്ക് വായിച്ച് കേൾക്കാം. യെശയ്യാ പ്രവചന പുസ്തകം 54-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളെ നമുക്ക് വായിക്കാം. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനെ യഹോവ അരുളിച്ചെയ്യും. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഒരു 2 വാക്യങ്ങളാണ് ഇന്ന് ഈ വിശുദ്ധ സഭായത്തിൽ നാം വായിച്ചു കേട്ടത്. ഒരുപക്ഷെ ഈ പുതുവർഷ വാഗ്ദത്തങ്ങളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ വാക്യങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഭാഗം ലഭിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രവാചകനായ യെശയ്യാവ് ഇസ്രായേലിലെ ശ്രേഷ്ഠരായ പ്രവാചകന്മാരിൽ ഉന്നതനായ ഒരു പ്രവാചകനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. തന്റെ പ്രവചന ശുശ്രൂഷകൾ എക്കാലത്തും അക്കാലത്തും ഇക്കാലത്തും ദൈവജനത്തെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുകയും ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ഉതകുന്നതുമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എപ്പോഴും യെശയ്യാ പ്രവചന പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അധികമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി ചുരുക്കുന്ന ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവചന പുസ്തകം. പല സാഹചര്യങ്ങളിലും പ്രവാചകനായ യെശയ്യാവിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആ ദൈവവചനങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ ജീവനും ചൈതന്യവും വിശ്വാസ ജീവിതത്തിന്റെ ദുർഘടമേടുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ധൈര്യവും പകരുന്നു എന്നുള്ളത് നിസ്സംശയമാണ്. ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ ഭാഗങ്ങളിലെ എല്ലാ ആലോചനകളും നമുക്ക് കേൾക്കുവാനുള്ള സമയമില്ല. എങ്കിലും അതിൽ നിന്നുകൊണ്ട് ദൈവജനത്തിന് നൽകുവാനുള്ള ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഫലമേൽപ്പിച്ച ആലോചന ഞാൻ കൈമാറുമ്പോൾ വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. നാം വായിച്ച യെശയ്യാ പ്രവചന പുസ്തകം 54-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് വായിച്ച് കേൾക്കാം. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യദയയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും. ഇവിടെ ഇന്ന് പകൽക്കാലം നമ്മൾ എടുത്ത് ധ്യാനിക്കുന്ന ഒരേ ഒരു വിഷയം, ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെട്ടാൽ നാം ചിന്തിക്കുന്ന നമ്മുടെ ചിന്ത ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന്റെ പ്രമേയം ഇതായിരിക്കും: എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെടുമോ? ദൈവത്തിന്റെ മുഖം എനിക്കും നിങ്ങൾക്കും മറയ്ക്കപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ എന്തായിത്തീരും? പലപ്പോഴും ഇവിടെ ഒരു സൂചന ദൈവത്തിന്റെ ആത്മാവ് തരുന്നുണ്ട്. ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിങ്ങൾക്കും മറയ്ക്കും. നമ്മളത് വായിച്ചു പോകും. ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ്. അതിൽ കാതലായ ശ്രദ്ധേയമായ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കും. എന്നാൽ ഇവിടെ ഒരു സൂചന ദൈവം നൽകുന്നത് അത് വളരെ അപകടകരമായ ഒരു സൂചനയാണ് എന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ മുഖം ഒരു ദൈവപൈതലിന് മറയ്ക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ യാത്രകളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. ഒരു വിശ്വാസിയാണെന്ന് പറഞ്ഞാലും അവിശ്വാസിയാണെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ വരുന്ന ക്രൈസിസുകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് വരുന്നെന്നുള്ളത് നമുക്കറിയാം. ദൈവവിശ്വാസിയായിട്ട് ജീവിച്ചാലും ദൈവവിശ്വാസി അല്ലാതെ ജീവിച്ചാലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. എന്നാൽ ഇതിനെ അഭിമുഖീകരിക്കുന്ന രീതിയാണ് വ്യത്യാസമായിട്ടുള്ളത്. ഒരു ദൈവ പൈതൽ തങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് അതിനെ പരിഹരിക്കുമ്പോൾ ലോകത്തിലുള്ള മനുഷ്യർ,
ലോകപ്രകാരം അതിനെ പരിഹരിക്കുവാൻ നോക്കി പരാജയപ്പെട്ട് ദുഃഖത്തിലും നിരാശയിലും ആണ്ടുപോകും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം 100 പ്രശ്നങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും 100 പ്രയാസങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി തിരമാലകൾ പോലെ തന്റെ ജീവിതത്തിൽ അടിച്ചെന്നാലും അത് അങ്ങനെയുള്ള ദൈവമക്കൾ ഒരു ദൈവവചനിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ഓടി അണഞ്ഞ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് അവിടുത്തെ സന്മുഖത്ത് നിന്ന് നമുക്ക് പ്രീതിയും വാത്സല്യവും അനുഗ്രഹങ്ങളും നൽകി നമ്മെ നടത്തുന്നത് പ്രിയപ്പെട്ടവരെ അത് അനുഭവമാണ്. ഇന്ന് വാസ്തവമായും നമ്മുടെ കഴിഞ്ഞുപോയ കാല ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എത്രയോ സാഹചര്യങ്ങളിൽ നാം ഭാരപ്പെട്ട് ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെയെല്ലാം തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് അവിടെ നമ്മോട് കരുണ കാണിച്ചു, അവിടെ നമ്മെ അനുഗ്രഹിച്ചു, അവിടെ നമ്മെ ആശീർവദിച്ചു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും സാക്ഷ്യമാണ്. എന്നാൽ ഇവിടെ പ്രവാചകനായ യെശയ്യാവ് പറയുന്ന മറ്റൊരു നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അത് ദൈവത്തിന്റെ മുഖം. അതിന്റെ 2ാം ഭാഗം മാത്രം ഒന്ന് വായിക്കാം. ക്രോധ ആധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെടുന്ന അനുഭവം ഇന്ന് ഞാനും നിങ്ങളും ഈ സന്ദേശത്തെ ശ്രമിക്കുന്നതിന് മുന്നമേ ദൈവത്തോട് വളരെ ആഴമായി പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, അവിടുത്തെ തിരുമുഖം എനിക്ക് മറക്കരുത്. നമ്മൾ ഒരേ ഒരു ആവശ്യമാണ് ദൈവത്തോട് ചോദിക്കേണ്ടത്. ദൈവമേ, എന്റെ ജീവിതത്തിൽ അവിടുത്തെ മുഖം എനിക്ക് മറക്കരുത്. കാരണം നമുക്കറിയാം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഒരു ക്ഷണനേരത്തേക്ക് സൂര്യൻ കാർമേഘം കൊണ്ട് മൂടുകയോ അല്ലെങ്കിൽ ഒരു സൂര്യഗ്രഹണമോ എന്തെങ്കിലും ഉണ്ടാകുകയോ ചെയ്താൽ എന്തൊരു ഇരുട്ടാണ് ഈ പ്രകൃതിയിൽ നേരിടുന്നത്. മാത്രമല്ല, ഈ ദിവസങ്ങളിലൊക്കെ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി ക്ലൗഡി മേഘാവൃതമായിരുന്നത് കൊണ്ട് ഇപ്പോഴും അങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ മേഘം സൂര്യനെ മൂടി ആ സൂര്യപ്രഭയെ മറയ്ക്കുന്നത് പോലെ അത് മറച്ചു കഴിയുമ്പോൾ ഭൂമിയിൽ നിങ്ങൾക്കറിയാമോ, പ്രപഞ്ചത്തിനും ജീവജാലങ്ങൾക്ക് പോലും ഒരു മൂകതയാണ്. നമുക്കറിയാം, രാത്രി സൂര്യൻ അസ്തമിച്ച് രാത്രിയിലേക്ക് പോകുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തോ ഒരു മൂകത, ഒരു ദുഃഖം കാണുന്നു. അതേപോലെയാണ് സൂര്യൻ അസ്തമിച്ച് ഭൂമി ഇരുട്ട് മൂടുന്നത് പോലെ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ നീതി സൂര്യനായ ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെടുമ്പോൾ ഒരു വല്ലാത്ത ഇരുളവന്റെ ജീവിതത്തെ മൂടും. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് അവൻ നീങ്ങും. ദുഃഖവും പ്രയാസവും ഭയവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ മുഖം ക്ഷണനേരത്തേക്ക് മറച്ചു എന്ന് പറയുമ്പോൾ ഭക്തന്മാർ പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോട് അപേക്ഷിച്ച ഒരു കാര്യമാണ്, ദൈവമേ, അവിടുത്തെ മുഖം എനിക്ക് മറക്കരുത്. ഇന്ന് അത് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് ഈ സന്ദേശത്തെ നമ്മൾ ശ്രമിക്കുന്നതിന് മുന്നമേ തങ്ങളുടെ വലം കൈ ദൈവത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, നിന്റെ മുഖം എനിക്ക് മറക്കരുത്. ആരും മൗനമായിരിക്കരുത്. നീ സങ്കടത്തോടെ പ്രാർത്ഥിക്കണം. എന്തിനാണ് ദൈവ സന്ദേശം തന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം നീ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ദൈവത്തിന്റെ മുഖം എനിക്കോ നിനക്കോ മറയ്ക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് ഈ സന്ദേശം ശ്രമിക്കുന്നതിന് മുന്നമേ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, തിരുമുഖം എനിക്ക് മറക്കരുത്. ദൈവമേ, ഞാൻ സങ്കടപ്പെടുമ്പോൾ എന്റെ ജീവിതത്തിൽ അവിടുത്തെ മുഖം എനിക്ക് മറക്കരുത്. Hallelujah, 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 hallelujah. സ്തോത്രം. കർത്താവേ, അടിയങ്ങൾക്ക് അവിടുത്തെ മുഖം മറക്കരുത്. നിന്റെ ജനത്തിന് അവിടുത്തെ മുഖം മറക്കരുത്. നിന്റെ ദൈവമക്കളുടെ കുടുംബങ്ങൾക്ക് അവിടുത്തെ മുഖം മറക്കരുത്. കർത്താവേ, ദൈവസഭയ്ക്ക് അവിടുത്തെ മുഖം മറക്കരുത്. മുഖം കണ്ടിടുമ്പോ എന്തുക്കം തീർന്നിടുമേ. മുഖം കണ്ടിടുമ്പോ എന്തുക്കം തീർന്നിടുമേ. പ്രത്യാശയേറിടുമേ. സ്നേഹവും പ്രത്യാശ സ്നേഹവും പിന്നീടുമേ. നിൻമുഖം കണ്ടിടുമ്പോ എന്തുക്കം തീർന്നിടുമേ. എന്തുക്കം തീർന്നിടുമേ. പ്രത്യാശ തീർന്നിടുമേ.
തേടുന്നേ സ്നേഹം തിങ്ങിടുന്നേ. ഒരിക്കൽ ഈ ജനത്തിന്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഒരു 38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ അടക്കാരാധനയാണ്. ആകസ്മികമായി താൻ ഒരിക്കൽ പെട്ടെന്ന് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. തന്റെ കുഞ്ഞുങ്ങള് ഏകദേശം ഒരു 8ഉം 5ഉം വയസ്സുള്ള 2 മിടുക്കരായ കുട്ടികളാണ്. പെട്ടെന്ന് ഈ സഹോദരൻ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത് തന്റെ അടക്കാരാധന ഭയങ്കര ആൾത്തിരക്കാണ്. കാരണം പെട്ടെന്നുള്ള മരണമായതുകൊണ്ട് സത്യം പറഞ്ഞ ശുശ്രൂഷ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അടക്കാരാധനയിൽ. ആളുകൾ ഭയങ്കരമായിട്ട് മാത്രമല്ല, വിധവയായ ചെറുപ്പത്തിലെ ഒരു 10-32 വയസ്സുള്ള ഒരു സഹോദരി യാദൃച്ഛികമായിട്ട് വിധവയായി തീർന്ന തന്റെ ദുഃഖം മാത്രമല്ല, ഈ പിഞ്ചോമനകൾ 8 വയസ്സും ഈ 5 വയസ്സുമുള്ള ഏതുമില്ലാത്ത കുഞ്ഞുങ്ങളുടെ വേദനകൾ, ഗദ്ഗതങ്ങൾ, ഇതെല്ലാം ശരിക്കും അടക്കാരാധനയെ ഒരു ശോകമുഖമാക്കി. പ്രത്യാശയുടെ പാട്ടുകളൊക്കെ പാടുന്നുണ്ടെങ്കിൽ തന്നെയും ഓരോ പാട്ടുകളും ഓരോരുത്തരുടെ ഉള്ളങ്ങളിൽ നിന്ന് പൊന്തി കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കണങ്ങളായിട്ട് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നത് കാണാമായിരുന്നു. കാരണം വളരെ നല്ല ഒരു സ്വഭാവമുള്ള ഒരു സഹോദരൻ, നന്നായിട്ട് ജീവിക്കുന്ന നല്ല ആത്മീയരായ ഒരു കുടുംബം, പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു കുടുംബം, മരിച്ചതിലുള്ള ദുഃഖവും ഒക്കെ അവർക്കൊണ്ട് ഇങ്ങനെ അടക്കാരാധനകൾ ഇങ്ങനെ മുൻപോട്ട് പോയി. ആ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വരുന്നില്ല. ബോഡി ഇങ്ങനെ വെച്ച് ശുശ്രൂഷ ചെയ്യുകയാണ്. ഈ കുഞ്ഞുങ്ങൾ കരയുന്നതേയില്ല. ആ അപ്പന്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിരിക്കുക. അപ്പൊ എല്ലാരും ചിന്തിച്ചു ഈ കുഞ്ഞുങ്ങൾ കരയും, ആകെപ്പാടെ പ്രയാസം ഉണ്ടാക്കും, എങ്ങനെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൺട്രോൾ ചെയ്യും എന്നുള്ള വല്ലാത്ത ഒരു സങ്കടം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ കരഞ്ഞില്ല. വീട്ടിലെ ശുശ്രൂഷ കഴിഞ്ഞു, ബോഡി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി. ഈ കുഞ്ഞുങ്ങൾക്ക് നടന്ന് തന്നെ ആ സെമിത്തേരി അടുത്താണ്, വീടിന്റെ അടുത്താണ്, അവന്റെ വീടിന്റെ അടുത്താണ്, വലിയ ദൂരമില്ല. അങ്ങനെ കൊണ്ടുപോയി കുഞ്ഞുങ്ങൾ കൂടെ വന്നു. അങ്ങനെ സെമിത്തേരിയിൽ വെച്ച് ഈ ശുശ്രൂഷ ശുശ്രൂഷ ചെയ്യുകയാണ്. അപ്പോ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു. അപ്പോ പാസ്റ്റർ പറഞ്ഞു, ഇനി അത്യാവശ്യമായിട്ട് ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ കണ്ട ശേഷം മുഖം മൂടാമെന്ന് പറഞ്ഞു. അപ്പോ ഈ മരിച്ച സഹോദരന്റെ ജ്യേഷ്ഠൻ വന്ന് മുഖം മൂടാനായിട്ട് വന്നപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളും ഞങ്ങളുടെ പപ്പയുടെ മുഖം മൂടല്ലേ എന്ന് പറഞ്ഞു. അതുവരെ കരയാതുന്ന കുഞ്ഞുങ്ങൾ. സത്യം പറഞ്ഞാൽ അവിടെ അന്ന് കരയാത്തവരാരുമില്ല. അതിപ്പോൾ ഓർക്കുമ്പോൾ എന്റെ കണ്ണ് നിറയുന്നുണ്ട്. കാരണം അതുവരെ ആ കുഞ്ഞുങ്ങൾ അപ്പന്റെ മുഖം കണ്ടുകൊണ്ടിരുന്നു. അപ്പന്റെ മുഖം മറയ്ക്കുമെന്ന് തോന്നിയപ്പോൾ ആ കുഞ്ഞുങ്ങൾ കണ്ണുനീരോട് പറഞ്ഞു, എന്റെ പപ്പയുടെ മുഖം മറക്കരുത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പപ്പയുടെ മുഖം കാണണമെന്ന് കണ്ണുനീരൊഴുക്കി കുഞ്ഞുങ്ങൾ വീങ്ങിപ്പൊട്ടുകയാണ്. 1/2 മണിക്കൂറിലധികം അവിടെ അടക്കം നടത്താൻ കഴിഞ്ഞില്ല ഒരു വിധത്തിലും ഇതുവരെ. കാരണം ആ കുഞ്ഞുങ്ങളുടെ ഇതുവരെയും ആ കുഞ്ഞുങ്ങൾക്ക് തന്റെ അപ്പന്റെ മുഖം, മരിച്ച ഒരു ഭൗതിക ശരീരമാണെങ്കിൽ തന്നെയും ആ അപ്പന്റെ മുഖം ആ കുഞ്ഞുങ്ങൾക്ക് കാണാമായിരുന്നു. എന്നാൽ പിതാവിന്റെ മുഖം മറയ്ക്കപ്പെടുമെന്ന് ചിന്തിച്ചപ്പോൾ, ആ മറയ്ക്കുവാനായിട്ട് പോയപ്പോൾ ആ കുഞ്ഞുങ്ങൾ 2 പേരും കെട്ടിപ്പിടിക്കുകയാണ്. ആ പെട്ടിക്കകത്ത് വീഴുകയാണ്. ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ പപ്പയുടെ മുഖം മൂടരുത്, ഞങ്ങളുടെ പപ്പയുടെ മുഖം മൂടരുത്. ആർക്ക് മൂടാൻ പറ്റും? ശുശ്രൂഷകർ നിശബ്ദരായി, കൂടപ്പെട്ടവർ നിശബ്ദരായി. 100 കണക്കിന് ജനങ്ങൾ ആ സെമിത്തേരിയിലുണ്ട്. ആരും അന്ന് കരയാത്തവരായിട്ടില്ല. അന്ന് ഞാൻ ചിന്തിച്ചു, ഈ കുഞ്ഞുങ്ങൾക്ക് ആ പിതാവിന്റെ മുഖം മറച്ചപ്പോൾ ഇത്രയും വേദനയുണ്ടെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന് നമ്മുടെ ദൈവത്തിന്റെ മുഖം മറക്കുമ്പോൾ, പ്രിയ ദൈവമേ, അത് ജീവിക്കുക എന്നുള്ളത് ഒരു മരണതുല്യമായ അനുഭവമാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തോട് നമ്മൾ ഈ നാളുകളിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, അവിടുത്തെ മുഖം എനിക്ക് മറക്കരുത്. ഒരേ ഒരു ആഗ്രഹവും ഒരേ ഒരു പ്രാർത്ഥനയും. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, യോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഞാൻ ചിലതൊക്കെ കട്ട് ഔട്ട് ചെയ്യുകയാണ്. വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. യോബിന്റെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 24-25 വാക്യങ്ങളിൽ, ഒരിക്കൽ കഷ്ടതയുടെ ആധിക്യത്തിൽ കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെട്ടതുപോലെ യോബിന് തോന്നിയപ്പോ യോബ് ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ, നിന്റെ മുഖം എനിക്ക് മറയ്ക്കുന്നതെന്ന്. വായിച്ചാട്ടെ, യോബിന്റെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങൾ. തിരുമുഖം മറച്ചു
എന്നെ ശത്രുവായി വിചാരിക്കുന്നതും എന്തിന്? ഇയ്യോബ് തന്റെ ജീവിതത്തിൽ ഭക്തനായ ഒരു മനുഷ്യൻ, വളരെ നീതിയോടെ ജീവിച്ച ഒരു മനുഷ്യൻ, കറയും കളങ്കവും നിന്ന് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഒരു മനുഷ്യൻ, ജീവിതത്തിന്റെ കഷ്ടതയുടെ ആധിക്യത്തിൽ തന്റെ ജീവിതത്തിൽ ഒരേ ഒരു പ്രയാസമേ ഇയ്യോബിന് നേരിട്ടുള്ളൂ. കാരണം ഇയ്യോബിന്റെ കഷ്ടതയിൽ ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെട്ടതുപോലെ തനിക്ക് തോന്നി. ദൈവത്തോട് താൻ നിലവിളിക്കുകയാണ്. ഒന്നുകൂടെ വാക്യം വേഗത്തിൽ വായിക്കാം. തിരുമുഖം മറച്ചുകൊള്ളുന്നതും എന്നെ ശത്രുവായി വിചാരിക്കുന്നതും എന്താ? വായിക്കാം. പാറിപ്പോകുന്ന ഇലയെ പറയുകയാണ്, പാറിപ്പോകുന്ന ഇലയെ നീ പേടിപ്പിക്കുമോ? ഉണങ്ങിയ താളടിയെ പിന്തുടരുമോ? ഇയ്യോ പറയുകയാണ്, ഞാൻ പാറിപ്പോകുന്ന ഇലയാണ്, ഉണങ്ങിയ താളടിയാണ്. എന്റെ കഷ്ടതയിൽ അവിടെ നിന്നുകൊണ്ടാണ് മുഖം മറച്ചു കളയുന്നത്. ഓർക്കണം, യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ക്ഷണനേരത്തിലേക്ക് എന്റെ മുഖം നിനക്ക് മറയ്ക്കും. നമ്മളത് വായിച്ചു കളഞ്ഞുപോയി. എന്നാൽ ഒരു ക്ഷണനേരത്തേക്കെങ്കിലും ദൈവത്തിന്റെ മുഖം എനിക്കും നിനക്കും മറയ്ക്കപ്പെട്ടാൽ അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യമാണെന്നുള്ളത് മറന്നു കളയരുത്. അതുകൊണ്ട് ദൈവത്തോട് ഇയ്യോബ് തന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ ആധിക്യത്തിൽ താൻ ജീവിതത്തിൽ ഏറ്റവും നിരാശപ്പെടേണ്ട സാഹചര്യങ്ങളിൽ ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ, ആ സമ്മുഖത്തേക്ക് നോക്കിയപ്പോൾ, ആ തിരുമുഖത്തിന്റെ പ്രകാശവന് ആഗ്രഹിച്ചപ്പോൾ, അവന് ലഭിക്കാതെ വന്നപ്പോൾ ഇയ്യോബ് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നീ എന്തുകൊണ്ടാണ് എന്നെ ഒരു ശത്രുവായിട്ട് എണ്ണുന്നത്? എന്തുകൊണ്ടാണ് അവിടുത്തെ മുഖം എനിക്ക് മറയ്ക്കുന്നത്? ദൈവജനമേ, ഓർക്കണം, ജീവിതത്തിന്റെ കഷ്ടതകളുടെ നാളുകളിൽ, ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിൽ ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെട്ടതുപോലെ നമുക്ക് അനുഭവപ്പെട്ടാൽ, ഒരു ക്ഷണനേരത്തേക്കാണെങ്കിലും ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെട്ടാൽ നമ്മുടെ ജീവിതം ആ സമയത്ത് എന്തെല്ലാം സംഭവിക്കുമെന്ന് പറയാൻ പറ്റുന്നില്ല. അതാണ് അതിന്റെ വിഷയം. ഒരു ക്ഷണനേരം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്ഷണനേരത്തേക്ക് ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെടുമ്പോൾ എന്തെല്ലാമാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. അതുകൊണ്ട് ഈ വാഗ്ദത്തങ്ങൾ ലഭിച്ച ദൈവമക്കൾ ഓർക്കണം, അതിൽ നല്ല വശമുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ ക്ഷണനേരത്തേക്കെങ്കിലും ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ ദൈവത്തോട് ചോദിക്കണം, 2021 ദൈവമേ, എനിക്ക് മറ്റൊന്നും വേണ്ട, നന്മകളല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, തുമ്പമറ്റ സൗഖ്യങ്ങളല്ല ഞാൻ ചോദിക്കുന്നത്, ഈ നശ്വരമായ ലോകത്തിന്റെ സുഖസന്തോഷമല്ല ഞാൻ ചോദിക്കുന്നത്. ഒരേ ഒരു ആഗ്രഹമേ എനിക്കുള്ളൂ, എനിക്കെല്ലായ്പ്പോഴും അവിടുത്തെ മുഖത്തെ കാണണം, എന്റെ യേശുവിന്റെ മുഖത്തെ കാണണം. എന്റെ കഷ്ടങ്ങളിൽ മനുഷ്യൻ തന്റെ മുഖം മറച്ചതിരിക്കാം. ഇന്ന് പകൽക്കാലം നീ ഓർക്കണം, മനുഷ്യൻ മാറിപ്പോയേക്കാം, മനുഷ്യന്റെ മുഖം മറയ്ക്കപ്പെട്ടേക്കാം. സാധുക്കൾ ചൂഞ്ഞുവേശി പാടിയതുപോലെ കണ്ടും കാണാതെയും പോയെന്നിരിക്കാം. എന്നാൽ നീ ഓർക്കണം, നിന്റെ ദൈവം കൂടെ മുഖം മറച്ചു കളഞ്ഞാലോ? മനുഷ്യൻ മുഖം മറയ്ക്കുന്ന സാധനമില്ല, നമുക്ക് സഹിക്കാം, അത് ഇത്രയ്ക്കിത്രയേ ഉള്ളൂ മനുഷ്യൻ. എന്നാൽ ദൈവം തമ്പുരാൻ കൂടെ തന്റെ മുഖം എനിക്കും നിനക്കും മറച്ചു കളഞ്ഞാൽ അത് എത്ര വലിയ പ്രയാസമായിരിക്കും. സാധു കൊച്ചുകുഞ്ഞുമേശി പാടി, തന്റെ ജീവിതത്തിൽ ചില മനുഷ്യർ മുഖങ്ങൾ മറച്ചു കളഞ്ഞപ്പോൾ, തന്നെ കണ്ടും കാണാതെയും പോയപ്പോൾ, പ്രതിസന്ധിയുടെ മുഖത്ത് മനുഷ്യൻ തനിക്ക് വെട്ടപ്പെടാതെ തന്റെ മുമ്പിൽ വരാതെ മാറി മറഞ്ഞു പോയപ്പോൾ താൻ പാടി, ആരും സഹായമി എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, ആരും സഹായമി എല്ലാവരും പാരിൽ കണ്ട് കരങ്ങളടിച്ച് പാടിയാതെ പോകുന്നവർ, എന്നാലൊരു സഹായകൻ ഭാര്യയുള്ള ഒരു സഹായകൻ ഭാര്യയുള്ള ആരോ സഹായമേ എല്ലാവരും ഭാര്യയിൽ കണ്ടും കാണാതെയും പോകുന്നവർ, ആരോ സഹായമേ എന്നാലേ സന്തോഷത്തോടെ എനിക്കൊരു സഹായമുണ്ട്. എന്നാലേ ഒരു സഹായകൻ എന്നാലേ ഒരു സഹായ
ഒരു സഹായകൻ മനുഷ്യന്റെ മുഖം മറിയപ്പെട്ടാൽ വിഷമമില്ല, മനുഷ്യൻ നമ്മെ മാറി കടന്നുപോയാൽ വിഷമമില്ല. പക്ഷെ ദൈവത്തിന്റെ മുഖം, നമ്മുടെ പിതാവിന്റെ മുഖമോ ക്ഷണനേരത്തേക്ക് പോലും മറയപ്പെടുവാനാണ് വരുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ മനുഷ്യൻ മുഖം മറച്ചാൽ എനിക്ക് സാരമില്ല, മനുഷ്യൻ മാറിപ്പോയാൽ എനിക്ക് സാരമില്ല. മനുഷ്യൻ മാറുന്നവനാണ്, എന്നാൽ ദൈവമേ നീ മാറാത്തവനാണ്. നിന്റെ മുഖം എനിക്ക് മറക്കരുത്, നിന്റെ മുഖം എനിക്ക് മറക്കരുത്. യോബ് പറയുകയാണ്, യോബിന്റെ ജീവിതത്തിൽ കഷ്ടതകളാണ്. എല്ലാവരും മാറി, ഉറ്റവരും ഉടയവരെല്ലാം കൈവിട്ടു. ഏകനായി താൻ ഇരിക്കുകയാണ്. ഏക ആശ്രയം ദൈവമാണ്. താൻ കണ്ണുനീരൊഴുക്കി കരയുകയാണ്. ഒരു ആൻസറുമില്ല, ഒരു മറുപടിയുമില്ല. ഭക്തനായ യോബ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നീ എന്നെ ശത്രുവായി കാണുന്നതെന്താ? നീ എന്നെ ഒരു ശത്രുവായി കാണുന്നതെന്താ? നിന്റെ മുഖം എനിക്ക് മറച്ചു കളയുന്നതെന്താ? പ്രിയപ്പെട്ടവരെ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമമുള്ള കാര്യമാണ്, ഏറ്റവും പ്രയാസമുള്ള കാര്യം. ബാക്കിയൊന്നും വിഷയമില്ല. പക്ഷെ ദൈവത്തിന്റെ മുഖം നമുക്ക് ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ, പ്രയാസങ്ങളിൽ ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയാൽ, ആ മുഖപ്രകാശം നഷ്ടപ്പെട്ടു പോയാൽ, സൂര്യപ്രകാശം നഷ്ടപ്പെട്ട് ഭൂമി ഇരുൾ മൂടുന്നത് പോലെ ദൈവത്തിന്റെ മുഖശോഭ, നീതിസൂര്യനായ ദൈവത്തിന്റെ ശോഭ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇരുൾ മൂടും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഭക്തന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം, ദൈവമേ നിന്റെ മുഖം എനിക്ക് മറക്കരുത്. വീണ്ടും വായിക്കാം 27-ാം സങ്കീർത്തനത്തിന്റെ 9-10 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയും ഭക്തന്മാരുടെ പ്രാർത്ഥന ദൈവത്തിന്റെ മുഖം എനിക്ക് മറക്കരുതേ എന്നുള്ളതാണ്. വായിക്കാം. നിന്റെ മുഖം എനിക്ക് മറക്കരുത്, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുത്. നിന്റെ മുഖം എനിക്ക് മറക്കരുത്, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുത്. 9-10 വാക്യങ്ങൾ ചേർത്ത് വായിക്കാം. നിന്റെ മുഖം എനിക്ക് മറക്കരുത്, നിന്റെ മുഖം എനിക്ക് മറക്കരുത്, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുത്. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുത്. നീ എനിക്ക് തുണയായിരിക്കുന്നു, നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുത്, എന്നെ തള്ളിക്കളയരുത്, എന്നെ ഉപേക്ഷിക്കരുത്. ഇവിടെ നോക്ക, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഒരു ഭക്തൻ തുണയായിരിക്കുന്ന ദൈവം തന്റെ മുഖം മറയപ്പെട്ട സാഹചര്യങ്ങളിൽ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നിന്റെ മുഖം എനിക്ക് മറക്കരുത്. ഒന്നും കൂടെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. നിന്റെ മുഖം എനിക്ക് മറക്കരുത്, നിന്റെ മുഖം എനിക്ക് മറക്കരുത്, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുത്, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുത്. നീ എനിക്ക് തുണയായിരിക്കുന്നു. നമുക്ക് ആകെ കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും തുണയായിരിക്കുന്ന ദൈവം മാത്രമാണ്. നിങ്ങൾക്ക് ഇതുവരെ ഈ യെശയ്യാ പ്രവചന പുസ്തകം 54-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിച്ചിട്ട് ഒരു വിഷമം തോന്നിയിട്ടില്ല, ഇല്ലേ? ഒരു വിഷമം തോന്നിയിട്ടില്ല. കാരണം നമുക്ക് വിഷമിക്കാനൊന്നും ഇല്ലല്ലോ. എന്നാൽ ഓർക്കണം, അതിൽ വിഷമിക്കാൻ ചില കാര്യമുണ്ട്. എല്ലാവർക്കുമല്ല. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവന് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. യോബ് പറയുകയാണ്, നീ എന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നതെന്ന്, നിന്റെ മുഖം എനിക്ക് മറച്ചു കളയുന്നതെന്ന്. ഇവിടെ 27-ാം സങ്കീർത്തനത്തിൽ ഒന്നുകൂടെ വായിച്ചാൽ 9-10 വാക്യങ്ങൾ. നിന്റെ മുഖം എനിക്ക് മറക്കരുത്, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുത്. നീ എനിക്ക് തുണയായിരിക്കുന്നു, നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കുകയും അരുത്. ഒരു ഭക്തന്റെ ആഗ്രഹമാണ് ജീവിതത്തിൽ തുണയായിരിക്കുന്ന ദൈവത്താൽ തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ, നിരസിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിന്റെ മുഖം എനിക്ക് മറക്കരുത്. പ്രിയ ദൈവമേ, ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും നമ്മെ കൈവിട്ടാലും സാരമില്ല, നിന്റെ ദൈവം നിന്നെ കൈവിടാതിരുന്നാൽ മതി. ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ തള്ളിക്കളഞ്ഞാലും സാരമില്ല, നിന്റെ ദൈവം നിന്നെ തള്ളിക്കളയാതിരുന്നാൽ മതി. ഇന്ന് ഈ പകൽകാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന ഒരേ ഒരു കാര്യം, നിന്റെ ജീവിതത്തിലേക്ക് നീ മുൻപോട്ട് പോകുമ്പോൾ, 2021 നിന്റെ ചുവടുകളിൽ നീ മുൻപോട്ട് വെക്കുമ്പോൾ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിന്റെ മുഖം മറക്കപ്പെട്ടു പോകാതിരിക്കുവാൻ ഇന്ന് പകൽകാലം ഈ ആലോചന ദൈവം നിനക്ക് തരികയാണ്. ഒരു ക്ഷണനേരമാണ്, സാരമില്ലെന്ന് ചിന്തിച്ചാൽ ആ നേരം കൊണ്ട് തീർന്നുപോയ ചരിത്രങ്ങൾ വളരെയാണ്, നേരിട്ട പ്രയാസങ്ങൾ വളരെയാണ്. അതുകൊണ്ട് ഒരു നിമിഷം പോലും ദൈവത്തിന്റെ മുഖം മറക്കരുത്. നമുക്ക്
ഒരു നിമിഷം പോലും ജീവിതത്തിന്റെ ആ സാഹചര്യങ്ങൾ ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെടരുത്. ദൈവത്തോട് നമുക്ക് അഭയാചന കഴിച്ചുകൊണ്ടേയിരിക്കണം. പ്രിയ ദൈവത്തെ, ദുർഘടങ്ങൾ നിറഞ്ഞ ലോകയാത്രയാണ്, പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതമാണ്, രോഗങ്ങളും കഷ്ടങ്ങളും കൂടെ കൂടെ വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ? പലപ്പോഴും കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ വേദപാഠങ്ങളെ പഠിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചു, എന്താണ് പത്മോസ്. ഇന്നിപ്പോ പലർക്കും മനസ്സിലായി എന്താണ് പത്മോസ് എന്നുള്ളത് ഇല്ലേ? എന്താണ് ആ എക്സ്പീരിയൻസ് ഓഫ് പത്മോസ് എന്താണെന്നത് പലർക്കും. ഞാനിങ്ങനെ ഓരോ ബൈബിൾ ക്ലാസ്സിലും ഇങ്ങനെ തുടർച്ചയായിട്ട് ഇൻട്രൊഡക്ഷൻ തരുമ്പോൾ എന്താണ് പത്മോസ് എന്ന് പറഞ്ഞ് പലർക്കെങ്കിലും വിരക്തി തോന്നി. ഇപ്പോൾ അവർക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചത് പറയുക, ഇപ്പോഴാണ് ബൈബിൾ ക്ലാസ് എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമായി തീർന്നത്. അപ്പച്ച, പത്മോസ് എന്താണെന്ന് ഞാൻ മനസ്സിലായി, ഏകാന്തത എന്താണെന്ന് ഞാൻ പഠിച്ചു, ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ എന്താണെന്ന് ഞാൻ പഠിച്ചു, വിശ്വാസം ഉണ്ടാക്കുന്ന സാഹചര്യം എന്താണെന്ന് ഞാൻ പഠിച്ചു, ആരും ആശ്രയമില്ലാത്ത സാഹചര്യം എന്താണെന്ന് ഞാൻ പഠിച്ചു. ഓർക്കണം, ജീവിതത്തിൽ ഒന്നും വെറുതെയില്ല ദൈവത്തിന്റെ വചനം നമുക്ക് നൽകി തരുന്നത്. കേവലം ഒരു ഞായറാഴ്ച പ്രസംഗം പോലെ കേട്ടിട്ട് നീ പുസ്തകമടച്ച കാര്യഗൗരവമായ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വില കൊടുക്കാതെ പോയാൽ ഒരു ദിവസം ദൈവത്തിന്റെ മുഖം നിനക്ക് മറയ്ക്കുമ്പോൾ നീ എന്ത് ചെയ്യും? നീ പതറിപ്പോകും. തിരുവചനത്തിൽ വായിക്കുന്നു, എന്താണ് 30-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, സങ്കീർത്തനം 30-ന്റെ 7-ൽ നിന്റെ മുഖം മറച്ചാൽ ഞങ്ങൾ ഭ്രമിച്ചു പോകുമെന്ന് വായിക്കാം. 30-ാം സങ്കീർത്തനം 7-ാം വാക്യം. നീ നിന്റെ മുഖത്തെ മറച്ചു, നീ നിന്റെ മുഖത്തെ മറച്ചു, ഓ ഞാൻ ഭ്രമിച്ചു പോയി. നമ്മൾ വിചാരിക്കുന്നു മുഖം മറച്ചാൽ കുഴപ്പമൊന്നുമില്ല. പ്രിയ ദൈവത്തെ, ഒരുപക്ഷെ ദൈവം നിനക്ക് ദൈവത്തെ കുറിച്ചുള്ള ബോധ്യമോ അറിവോ ഇല്ലായിരിക്കാം. നീ അത്ര ആഴമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിനൊന്നും അല്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, നിന്റെ വിവരക്കേടും നിന്റെ ബോധമില്ലായ്മയൊന്നും ദൈവം ഓർക്കുന്നില്ല. പ്രത്യേക നിന്റെ അറിവുകേടുകളെ ക്ഷമിച്ച്, നിന്റെ ബുദ്ധികേടുകളെ ക്ഷമിച്ച്, നിന്റെ പോരായ്മകളെ ക്ഷമിച്ച്, നിന്റെ അവിശ്വസ്തതകളെ ക്ഷമിച്ച്, നിന്റെ കുറവുകളെ ക്ഷമിച്ച്, ഇതുവരെയും ദൈവത്തിന്റെ മുഖം നിനക്ക് മറച്ചിട്ടില്ല. പക്ഷേ നീ ഇനിയും മുൻപോട്ട് പോയാൽ ചിലപ്പോൾ നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ മുഖം നിനക്ക് മറക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് ഇന്ന് ദൈവത്തെ നീ മുറുകെ പിടിക്കണം. കർത്താവേ, ബാക്കി എല്ലാം എനിക്ക് സാരമില്ല, എല്ലാം എനിക്ക് പ്രതികൂലമായി കൊള്ളട്ടെ, എന്റെ കർത്താവിന്റെ കരം എനിക്ക് അനുകൂലമായിരിക്കണം. ലോകം മുഴുവൻ പ്രതികൂലമായാലും, ലോകത്തിലെ മനുഷ്യർ മുഴുവൻ എനിക്കെതിരായാലും എന്റെ യേശുവിന്റെ മുഖം എനിക്ക് മറക്കാതിരുന്നാൽ മതി. മറ്റൊന്നും വേണ്ട. എന്തെല്ലാം വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, COVID-19 വരട്ടെ, ശിഖല്ല വരട്ടെ, ഇനി അതിന്റെ വകഭേദം വന്ന ജനിതകമാറ്റം വന്ന ബ്രിട്ടൻ ഇറക്കുമതി ചെയ്ത പുതിയ വകുപ്പ് വരട്ടെ, നമുക്ക് സാരമില്ല. നമ്മുടെ അപ്പന്റെ മുഖം മറയ്ക്കാതിരുന്നാൽ മതി. ആ കൊച്ചു കുഞ്ഞുങ്ങൾ കരഞ്ഞ കാര്യം അപ്പന്റെ മുഖം മറയ്ക്കാൻ തുടങ്ങുകയാണ്. നടത്തിപ്പുകാർ പറഞ്ഞു, കാണാൻ കണ്ടിട്ട് മുഖം മൂടിക്കോളാൻ പറഞ്ഞു. മുഖം മൂടാൻ തുണിയെടുത്തപ്പോൾ ഈ 2 കുഞ്ഞുങ്ങൾ പറഞ്ഞു, എന്റെ അപ്പന്റെ മുഖം മറയ്ക്കരുത്, ഞങ്ങളുടെ പപ്പയുടെ മുഖം മറയ്ക്കരുത്. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമമായിരുന്നു അപ്പന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കണം. നിനക്ക് നിന്റെ അപ്പന്റെ മുഖം കാണണമോ? നിന്റെ പിതാവിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കണമോ? നിന്റെ യേശുവിനെ കണ്ടുകൊണ്ട് ജീവിക്കണമോ? നീ പ്രാർത്ഥിക്കണം, യേശുവേ, എനിക്ക് മറ്റൊന്നും വേണ്ട, അവിടുത്തെ മുഖപ്രകാശം മതി, അവിടുത്തെ മുഖപ്രസാദം മതി, അവിടുത്തെ മുഖപ്രസാദം മതി. വേറെ എല്ലാം ഉണ്ടായിട്ടെന്ന് നേടാനാണ്, വേറെ എല്ലാം ഉണ്ടായിട്ടെന്ന് നേടാനാണ്. ഇന്നിവിടെ ഇരിക്കുന്ന ഈ വിശുദ്ധാരാധന സംബന്ധിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. നാളെ നീ വേദനപ്പെടരുത്, നാളെ നീ പ്രയാസപ്പെടരുത്. ദൈവത്തിന്റെ ആലോചന ഏറ്റെടുത്തിട്ട് നീ എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് നാളെ എനിക്ക് ആരുമില്ലെന്നും, എല്ലാവരും എന്നെ കൈവിട്ടെന്നും, എല്ലാവരും എനിക്ക് മുഖം മറച്ച് പോകുന്നെന്നും വ്യാകുലപ്പെടാതിരിക്കാൻ ഇന്ന് ദൈവത്തോട് ദൈവം നിന്നോട് ആലോചന പറഞ്ഞു തരികയാണ്. നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ, അവിടുത്തെ മുഖം എനിക്ക് മറക്കരുത്. എന്റെ ജീവിതത്തിന്റെ ഓരോ ചുവടുകളിലും, എന്റെ ജീവിതത്തിന്റെ ഓരോ ദിനങ്ങളിലും, എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും യേശുവേ, അവിടുത്തെ മുഖം കണ്ടുകൊണ്ട് ജീവിപ്പോ, അവിടുത്തെ തിരുശോഭ കണ്ടുകൊണ്ട് ജീവിപ്പോ. മറ്റൊന്നും നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ, മറ്റൊന്നും നമുക്ക് വേണ്ട. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, മുഖം എനിക്ക് മറക്കരുത്. യോബിനെ പോലെ കഷ്ടതയിൽ ഞാൻ ആയിരിക്കുമ്പോ, സങ്കീർത്തനക്കാരനെ പോലെ ഞാൻ തുണയറ്റ ഒരു മനുഷ്യനെ പോലെ ഞാൻ ആയിരിക്കുമ്പോ, കർത്താവേ, അവിടുത്തെ മുഖം എനിക്ക് മറക്കരുത്. ഒരു വാക്യം കൂടെ, 7-ാമത്തെ വാക്യം, 69-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം. സങ്കീർത്തനം 69-17. അടിയന് തിരുമുഖം മറയ്ക്കരുത്,
ഞാൻ കഷ്ടത്തിലിരിക്കാൻ വേഗത്തിൽ എനിക്ക് ഉത്തരമരുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ 69 സങ്കീർത്തനത്തിന്റെ 17 വാക്യത്തിൽ ഒരു വാക്യം കൂടെ വായിക്കാം. 102 സങ്കീർത്തനത്തിന്റെ 2 വാക്യം. സങ്കീർത്തനം 102 സങ്കീർത്തനം 102 കഷ്ടദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. കഷ്ടദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുത്. നിന്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ച് ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരം തരണം. ഒരു ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. തന്റെ തന്റെ ആഗ്രഹവും തന്റെ വാഞ്ചയും തന്റെ ദാഹവും അത് മാത്രമാണ്. ഒരിക്കൽ 27 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞു, ഒരേ ഒരു ആഗ്രഹമേ എനിക്കുള്ളൂ, ഇല്ലേ, അത് തന്നെയാണ് ഞാൻ വാഞ്ചിക്കുന്നത്. അപ്പൊ 27 സങ്കീർത്തനം വായിക്കാം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. നമുക്ക് 100 കൂട്ടം കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കൊന്നൊന്നുമല്ല. ഇപ്പൊ നിങ്ങളെ പ്രാർത്ഥനാവശ്യം എഴുതരാൻ പറഞ്ഞാല് ഒരു A4 പേപ്പർ ഒരു 5 ഉണ്ടെങ്കിൽ വിധത്തിൽ അത്രത്തോളം ആവശ്യങ്ങൾ നമുക്ക് കിടക്കുക. എഴുതിയാൽ തീരാത്ത വിധത്തിൽ ആവശ്യങ്ങൾ. ഇതൊന്നും ആത്മീയമൊന്നുമല്ല, ഈ ഭൗതികമായ കാര്യങ്ങളാണ്. ആത്മീയമായ വിഷയങ്ങൾ വളരെ ചുരുക്കം പേര്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, കഴിഞ്ഞ തിരുവല്ല കൺവെൻഷന് ഈ പ്രയർ റിക്വസ്റ്റ് ബോക്സ്, അപ്പോ ആയിരക്കണക്കിന് ജനങ്ങൾ പ്രയർ റിക്വസ്റ്റ് ആണ് അവിടെ വന്ന പ്രാർത്ഥനയ്ക്കുള്ള അപേക്ഷകൾ. അപ്പൊ ഞങ്ങള് അത് പൊട്ടിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുപോലെ ലോക്കൽ ഫെയ്ത്തുകളിലേക്കും അയച്ചു. ഇവിടെ എനിക്കും കിട്ടിയ ഒരു ഘട്ട പ്രാർത്ഥനയ്ക്കാനുള്ള വിഷയങ്ങൾ, അതിൽ ആത്മീക കാര്യങ്ങൾ എഴുതിയത് 100% എന്റെ കുഞ്ഞ് അഭിഷേകം പ്രാപിക്കണം, ദൈവകൃപയിൽ ജീവിക്കണം, അച്ചായനൊരു മാനസാന്തരം കൊടുക്കണം, ഇങ്ങനെയുള്ള നല്ല ആത്മീക വിഷയങ്ങൾ എഴുതിയത് വളരെ എന്ന് പറഞ്ഞ 1%. ബാക്കിയുള്ളതെല്ലാം നശിച്ചു പോകുന്ന ഈ ലോകത്തിലേക്കുള്ള ആഗ്രഹങ്ങളല്ലാതെ എനിക്ക് കർത്താവിന്റെ വഴി പോകണം, എനിക്ക് നന്നായിട്ട് ജീവിക്കണം, എന്റെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ പ്രാർത്ഥനാ ജീവിതം മെച്ചപ്പെടുത്തണം, എനിക്ക് നഷ്ടപ്പെട്ട അഭിഷേകം വീണ്ടെടുക്കണം, എന്റെ കൃപകളും കൃപാവരങ്ങളും ദൈവം മടക്കി നൽകണം, ദൈവത്തിന്റെ മുൻപാകെ നീതിയോട് വിശുദ്ധിയോട് ജീവിക്കണം, ഞാനും എന്റെ കുടുംബവും കർത്താവിന്റെ കൈവിടപ്പെട്ടു പോയത് അതൊന്നുമില്ല. അഡ്മിഷൻ വേണം, പെണ്ണിന്റെ കല്യാണം നടക്കണം, ചെറുക്കന് മറ്റേ ഞാൻ പറയുന്നില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ ആവശ്യങ്ങൾ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ഒരേ ഒരു ആഗ്രഹം, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഒന്ന് അപേക്ഷിച്ചിട്ട് മറ്റത് ആഗ്രഹിക്കുന്നില്ല. നമ്മള് മുഖതാവിൽ ഒന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റു പലതും ഇങ്ങനെയല്ല. ഇതെങ്ങനെയാ പറഞ്ഞത്? ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണത്? എനിക്ക് എന്റെ ദൈവത്തിന്റെ മനോഹര രൂപം കാണണം. എന്റെ ജീവിതത്തിന്റെ സുഖദുഃഖ സമ്മിശ്രിതമായ ജീവിതത്തിന്റെ എല്ലാ വേളകളിലും, എന്റെ ദൈവത്തിന്റെ സമസ്ത വഴികളിലും എന്റെ ദൈവത്തിന്റെ തിരുമുഖം എനിക്ക് കാണണം. അത് ആഗ്രഹിക്കുന്ന ഒരു ഘടകത്തെ മറ്റൊന്നും നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ, മറ്റൊന്നും നമുക്ക് വേണ്ട. വേറൊന്നുമേ എനിക്കില്ലാശ ഭൂവിൽ, വേറൊന്നുമേ എനിക്കില്ലാശ. നീക്കൻ പ്രിയനു രൂപമായി വരണം, എനിക്ക് പ്രിയനു രൂപമായി വരണം, വേറൊന്നുമേ ആഗ്രഹം. എനിക്ക് എന്റെ കർത്താവിന്റെ മുഖത്തെ കാണണം. അത് തന്നെയാണ് എന്റെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മുഖം നമുക്കുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ആ ദൈവത്തിന്റെ മുഖം കാണാൻ കഴിഞ്ഞാൽ, നിന്റെ ജീവിതത്തിന്റെ സമസ്ത ആത്മീകവും ഭൗതികമായ ജീവിതത്തിന്റെ വഴികളിൽ ആ തിരുമുഖ പ്രകാശത്തെ അനുഭവിക്കാൻ കഴിഞ്ഞാൽ, നിന്നെ പോലെ ഭാഗ്യവാനും ഭാഗ്യവതിയും ലോകത്തിൽ ആരുമില്ല. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിന്റെ വഴിയിൽ കർത്താവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവന്റെ ജീവിതത്തിന്റെ വഴിയിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തെ തുടരുക എന്നുള്ളതാണ്.
അതില്ലാത്ത മനുഷ്യൻ ഇരുളടഞ്ഞ പാതയിലൂടെ തപ്പിത്തടവി എപ്പോൾ വീഴുമെന്നറിയാതെ വഴുതിയില്ലെങ്കിൽ ആടി ഉലഞ്ഞു പോകുന്ന മനുഷ്യന് തുല്യമാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, എന്താണ്? ഒരേ ഒരു കാര്യം ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ വാഞ്ചിക്കുന്നു. എന്താണ്? എനിക്ക് എന്റെ ദൈവത്തിന്റെ മനോഹരത്വം കാണണം, എനിക്ക് എന്റെ യേശുവിന്റെ മുഖം കാണണം, എന്റെ ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും എന്റെ കർത്താവിന്റെ മുഖത്തെ കാണണം. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിന്റെ 69 സങ്കീർത്തനത്തിന്റെ 17 വാക്യം വരുമ്പോൾ അവിടെ ഇപ്രകാരമാണ് സങ്കീർത്തനക്കാരൻ ഓർപ്പിച്ചത്, അടിയന് തിരുമുഖം മറയ്ക്കരുത്, അടിയന് തിരുമുഖം മറയ്ക്കരുതേ, ഞാൻ കഷ്ടത്തിലിരിക്കയാൽ വേഗത്തിൽ എനിക്ക് ഉത്തരം തരണം. ജീവിതത്തിൽ കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമല്ലേ, നീ മറ്റൊന്നുമല്ല ആഗ്രഹിക്കേണ്ടത്. നൂറുകണക്കിന് മനുഷ്യർ നിന്റെ ചുറ്റും നിന്നെ കഷ്ടതയുടെ നടുവിൽ നിനക്ക് ആശ്വാസം പകർന്നു തരണമെന്നൊന്നല്ല നീ ആഗ്രഹിക്കേണ്ടത്. നീ എന്താണ് ആഗ്രഹിക്കേണ്ടത്? എന്റെ യേശുവിന്റെ സാന്നിധ്യം. നീ കഷ്ടതയിലായിരിക്കുമ്പോൾ, ആരും തുണയില്ലാതിരിക്കുമ്പോൾ, ആരും ആശ്രയമില്ലാതിരിക്കുമ്പോൾ, ഏകയായി വിശ്വാസ ജീവിതത്തിന് മുൻപോട്ട് പോകേണ്ടി വരുമ്പോൾ, പ്രിയ ദൈവമേ, നീ ചോദിക്കേണ്ട ഒരേ ഒരു കാര്യം, അവിടുത്തെ മുഖം എനിക്ക് മറക്കരുത്. ഞാൻ തുണയില്ലാതെ കഷ്ടത്തിലായിരിക്കുന്നു, എനിക്ക് മറ്റൊന്നും വേണ്ട, അവിടുത്തെ മുഖം മറക്കാതിരുന്നാൽ മതി. ഇതാണ് നമ്മുടെ ആഗ്രഹം. നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. വിശ്വാസ ജീവിതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കഷ്ടതയുടെ ആളുകൾ ദൈവം മുഖം മറക്കരുത്. ഇനി ഈ ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെടാതിരിക്കാൻ വേണ്ടി, ഇതുവരെ നമ്മൾ ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. ഇനി അതിലൊരു വഴി പറഞ്ഞു തരാം. എന്താണ് ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെടാതിരിക്കാനുള്ള വഴി? ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തിന്റെ മുഖം നിനക്ക് മറയ്ക്കപ്പെടാതിരിക്കണമെങ്കിൽ വായിക്കാം. യെഹെസ്കേൽ പ്രവചന പുസ്തകം 39 അധ്യായത്തിന്റെ 29 വാക്യം നാം വായിക്കുമ്പോൾ, യെഹെസ്കേൽ പ്രവചന പുസ്തകം 39 അധ്യായം അതിന്റെ 29 വാക്യം, ഇത് അടിവരയിട്ട് പഠിച്ചോണം. ഇത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നിർക്കണം. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെടാതിരിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം നീ ചെയ്താൽ മതി. വായിക്കാം. ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന്മേൽ എന്റെ ആത്മാവിനെ പകർന്നിരിക്കുക. ഇനി എന്റെ മുഖം നീ പരിശുദ്ധാത്മാവിൽ ജീവിക്കുമ്പോൾ, നീ ആത്മാവിന് വില നൽകി ജീവിക്കുമ്പോൾ, ആത്മനിറവോടെ ജീവിക്കുമ്പോൾ, പ്രിയ ദൈവമതിനെ, ദൈവത്തിന്റെ മുഖം നിനക്ക് മറയ്ക്കത്തില്ല. കഴിഞ്ഞ നാടുകളിൽ ദൈവത്തിന്റെ മുഖം നിനക്ക് മറയ്ക്കപ്പെട്ടെങ്കിൽ അതിനൊരേ ഒരു കാരണം, നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം നിനക്ക് നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ, കഷ്ടതയുടെ നാളുകളിൽ, തുണയില്ലാത്ത നാളുകളിൽ, ഇയ്യോബിനെ പോലെയും സങ്കീർത്തനങ്ങളിൽ ഭക്തന്മാർ പാടിയതുപോലെയും കഷ്ടനാളുകളിലും തുണയില്ലാത്ത നാളുകളിലും ഏകാന്തതയിലും ദൈവത്തിന്റെ മുഖം നിനക്ക് മറച്ചെങ്കിൽ ഒരേ ഒരു കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒന്നുകൂടെ യെഹെസ്കേൽ പ്രവചന പുസ്തകം 39 29 വായിക്കാം. ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന്റെ മേൽ എന്റെ ആത്മാവിനെ പകർന്നിരിക്കയാൽ ഇനി എന്റെ മുഖം അവർക്ക് മറയ്ക്കുകയുമില്ല. ഇത് യഹോവയുടെ അരുളപ്പാട്. ആർക്കാണ് ദൈവം മുഖം മറയ്ക്കാതിരിക്കുന്നത്? ആരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുന്നുവോ അവർക്ക് ദൈവത്തിന്റെ മുഖം മറക്കത്തില്ല. ഈ പകൽക്കാലം നീ ഓർക്കണം, നിന്റെ അഭിഷേകം എവിടെ പോയി? ആരാധിക്കാൻ പറഞ്ഞ കമ്പിപ്പാറയിട്ട് കുത്തിയാലും നീ അനങ്ങത്തില്ലല്ലോ. നിന്റെ അഭിഷേകം ഇല്ലല്ലോ. ദൈവം നിനക്ക് തന്ന അന്യഭാഷ എവിടെ പോയി? നിനക്ക് ദൈവം തന്ന കൃപകൾ എവിടെ പോയി? ദൈവം നിനക്ക് തന്ന കൃപാവരങ്ങൾ എവിടെ പോയി? പരിശുദ്ധാത്മാവിന്റെ ശക്തി എവിടെ പോയി? എന്നിട്ട് നീ വിലപിക്കുക, ദൈവത്തിന്റെ മുഖം മറച്ചെന്ന. ദൈവം നിനക്ക് മറയ്ക്കും. കാരണം ദൈവം നിന്നിൽ പകർന്ന ആത്മാവിന്റെ ശക്തിയെ നഷ്ടപ്പെടുത്തിയിട്ട്. പ്രിയ ദൈവവേദനെ, ദൈവമുഖം മറയ്ക്കുന്നതിൽ നീ ഖേദിക്കേണ്ട കാര്യമില്ല. ഒരേ ഒരു കാര്യം, ആർക്കാണ് ദൈവമുഖം മറയ്ക്കാതിരിക്കുന്നത്? നിനക്ക് വരും നാളുകളിൽ ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെടാതിരിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം, അഭിഷേകത്താൽ ജീവിച്ചോണം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജീവിച്ചോണം, ദൈവശക്തിയാൽ നിറഞ്ഞ് ജീവിച്ചോണം. അതുകൊണ്ടല്ലേ സ്തെഫാനോസ് എന്ന് പറയുന്ന ഭക്തനായ ഒരു മനുഷ്യൻ കൂത്തുമൂർത്ത കല്ലുകൾ കാപാലികന്മാർ, ക്രൂരന്മാരായവർ തന്റെ നേർക്ക് വലിച്ചെറിഞ്ഞപ്പോൾ സ്തെഫാനോസ് എന്താ എന്നറിയാമോ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്വർഗത്തിലേക്ക് ഉറ്റു നോക്കി അവിടെ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടു. ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ ഏത് കഷ്ടതയിലും നീ നിന്റെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവിടുന്ന് തന്റെ മുഖം നിനക്ക് പ്രകാശിപ്പിക്കും. ഒരേ ഒരു തെളിവ് ഞാൻ വായിച്ചു തന്നതാണ്. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിന്റെ 55 അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിന്റെ 55-ാമത്തെ വാക്യം. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. എപ്പോഴാ?
എപ്പോഴാ ഈ സ്തെഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞായത്? ജീവിതത്തിൽ ബാങ്കിൽ മുഴുവൻ ബാങ്കുകാർ പറയുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ, എന്നിന്റെ പൈസ ഇവിടെ സൂക്ഷിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോഴാണോ? അല്ല. നിനക്കെല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായപ്പോഴാണോ? അല്ല, അങ്ങനെയൊന്നുമല്ല. പിന്നെ എപ്പോഴാണ്? ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി ജീവിതത്തിൽ ഇവൻ ചാകാൻ പോവുക. നല്ല കല്ല് പറക്കിയവന്റെ തലക്കെട്ട് ശരീരത്തിന് മുഴുവൻ ഏറുകൊള്ളുകയാണ് ഭക്തൻ. കല്ലേറ് കൊണ്ടാൽ അറിയാം അതിന്റെ വിഷമം എന്താണ്. നമ്മൾ സാധാരണ ഏറ് പോലെയല്ല കല്ലേറ്. കല്ലിന്റെ ഏറ് വന്നുകൊണ്ടാൽ എവിടെ കൊള്ളുന്നിടമെല്ലാം പൊട്ടി തകരുക. അങ്ങനെ വലിയ കൂർത്ത കല്ലുകളാൽ പ്രിയപ്പെട്ടവരെ സുവിശേഷ വിരോധികൾ ക്രിസ്തു ഭക്തന്മാർക്ക് വിരോധമായി നിന്നപ്പോൾ സ്തെഫാനോസ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ കല്ലേറ് കൊണ്ട് മരിക്കാൻ നേരത്ത് ശത്രുക്കൾ പാഞ്ഞെടുത്തപ്പോൾ പ്രതികൂലത്തിന്റെ നടുവിൽ അവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. എങ്ങനെയാ നോക്കിയത്? പരിശുദ്ധാത്മാവിന്റെ നിറവോടെ. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക്. നീ എങ്ങനെയാ സ്വർഗത്തിലേക്ക് നോക്കുന്നേ? വല്ലോ ഇങ്ങോട്ട് കിട്ടണമെന്ന് വിചാരിച്ചാണോ? അതോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണോ? നിന്റെ അപ്പനെ കാണുമെന്നുള്ള ചിന്തയോടെയാണോ? എന്റെ യേശുവിനെ കാണുമെന്ന് ചിന്തിച്ചാണോ നീ നോക്കുന്നത്? ഇവിടെ സ്തെഫാനോസ് തന്റെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, കഷ്ടതകളിൽ അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. മുഖം മറച്ചോ സ്തെഫാനോസിന്? അതാണ് ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ ജനത്തിന്റെ മേൽ ഞാൻ എന്റെ ആത്മാവെ പകർന്നിരിക്കുക, ഇനി എന്റെ മുഖം അവർക്ക് മറക്കത്തില്ല. ഇന്ന് പകൽകാലം ഈ ആരാധന കഴിഞ്ഞ് പോകുന്നില്ലല്ലോ, അതിന്റെ അഭിഷേകത്തെ പുതുക്കിയിട്ട് പോകണം. നീ ലോകജാതികളെ പോലെ മരമുട്ടി പോലെ ഇരിക്കുന്ന വിശ്വാസം വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് ചില ഈ തേക്കൊക്കെ പിഴുതു കഴിയുമ്പോൾ, തേക്കിൽ വലിയ തേക്കിന്റെ മരമൊക്കെ ഈ സർക്കാർ കൂപ്പുകളിലൊക്കെ ഫോറസ്റ്റുകളിലൊക്കെ വലിയ തേക്കുണ്ട്. ഈ തേക്ക് അത് മുറിച്ചുകൊണ്ട് പോകും സർക്കാർ അതിന്റെ വിളവായി കഴിയുമ്പോൾ. അപ്പൊ ഈ കരകൗശല വിദഗ്ധന്മാരുണ്ട്, അവരെന്താ JCB ആയിട്ട് വന്നിട്ട് ഈ തേക്കിന്റെ കുറ്റി മാന്തി എടുക്കും. എന്നിട്ട് അതെല്ലാം ചിരണ്ടി കളഞ്ഞ് പെയിന്റ് ഒക്കെ അടിച്ച് ചില വീട്ടിൽ വെക്കും. കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും പോയത് നല്ല ഭംഗിയാണ്. ചില അതുപോലെയാ, പെയിന്റ് അടിച്ച് തേക്കിന്റെ കുറ്റി വെച്ചിരിക്കുന്ന പോലെ ഇവിടെ വന്ന് ഇരിക്കുക. നിനക്ക് പാട്ടുപാടി അനക്കമില്ല, ആരാധിക്കാൻ അനക്കമില്ല, വാദം സ്തോത്രം ചെയ്യത്തില്ല. നീ എന്തോ മരക്കുറ്റിയാമോ? പിന്നെ ദൈവത്തിന്റെ മുഖം നിനക്ക് മറയ്ക്കാതിരിക്കുന്ന എങ്ങനെ? ജീവിതത്തിൽ നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, കഷ്ടതയിൽ ചോര വാർന്നൊലിക്കുമ്പോൾ, വേദന കൊണ്ട് നിന്റെ ശരീരവും മനസ്സും പിടയുമ്പോൾ, ഭക്തൻ ദൈവത്തിലേക്ക് ആത്മനിർഭരത്തോടെ ഉറ്റുനോക്കി. അതുകൊണ്ടാണ് സ്തെഫാനോസിന്റെ മുഖം മറയ്ക്കാതിരുന്നത്. മുഖം മറയ്ക്കാതിരുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, പ്രിയ ദൈവമേ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെടത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ബൈബിൾ അടച്ചു വെച്ചാട്ടെ. ഇന്നൊരു അഭിഷേകം നമ്മിൽ ഉണ്ടാകണം. വേണ്ടതുപോലെ നിന്റെ അഭിഷേകത്തെ പുതുക്കിക്കൊണ്ട് നീ പോയില്ല എങ്കിൽ, നീ ഇന്ന് ഈ സന്ദേശം കേട്ടിട്ട് ഇനിയും പ്രാകൃതനെ പോലെ ലോക മനുഷ്യനെ പോലെ ജീവിക്കാനാണെങ്കിൽ ഓർക്കുക, ഒരു ദിവസം ദൈവത്തിന്റെ മുഖം നിനക്ക് മറയ്ക്കും. ഇത് നീ എഴുതി വെച്ചോ. നീ ലോക മനുഷ്യനെ പോലെ ഈ സന്ദേശം കേട്ടിട്ട് പോകാനാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒരു ദിവസം ദൈവത്തിന്റെ മുഖം നീ മറയ്ക്കും. ദൈവം നിനക്ക് മറയ്ക്കും. അത് നീ ഭ്രമിച്ചു പോകുമോ? അതാ പറഞ്ഞു, എന്റെ മുഖം മറച്ചു, ഞാൻ ഭ്രമിച്ചു പോയി. നീ ഭ്രമിച്ചു പോകുന്ന സാഹചര്യങ്ങളെ കൈവിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം പ്രവാചകനായ യെശയ്യാവിനോട് പറയുകയാണ്, ഞാൻ നിന്നെ മഹാകരുണയോട് ചേർത്തുകൊള്ളു, നിത്യതയോട് ചേർത്തുകൊള്ളു. എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരു കാര്യമുണ്ട്. അവൻ ക്ഷണനേരത്തേക്ക് തന്റെ മുഖം മറയ്ക്കുന്നു. നീ അത് ആഗ്രഹിക്കരുത്. നീ ദൈവത്തോട് ഭക്തന്മാരെ പോലെ പറയണം, ദൈവമേ, അടുത്ത മുഖം എനിക്ക് മറക്കരുത്. കണ്ണുകളെ അവിടെ ചാട്ടെ.